നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും വാർത്തകളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹണി റോസിന് പിന്തുണ കൂടുന്നു. ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് അവൾക്കൊപ്പമെന്ന് കുറിച്ചാണ് WCC പിന്തുണ അറിയിച്ചിരിക്കുന്നത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരെയാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് വെളിപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു സാമൂഹിക മാധ്യമ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് കുറിച്ചത്. സ്വന്തം വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടന്നു. പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി താരം പരാതി നൽകുകയായിരുന്നു. ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. അതേസമയം സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. BNS 75(4) വകുപ്പും IT ആക്ടിലെ 67 വകുപ്പും ചുമത്തി സെൻട്രൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിനെതിരെ ചുമത്തുന്നതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 75(4) വകുപ്പ്. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെയുള്ളതാണ് IT ആക്ടിലെ 67 വകുപ്പ്. പരിശോധനകൾക്ക് ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെങ്കിൽ അതും ഉൾപ്പെടുത്തും. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയും അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലും തന്നെ നിരന്തരമായി അപമാനിക്കുന്നു എന്ന് കാണിച്ചാണ് ഹണി റോസ് ഇന്നലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത്. 2024 ഓഗസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിൽ നിന്ന് താൻ പിന്മാറിയതും പരാതിയിൽ പറയുന്നു. പിന്നീട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ നിരന്തരം അവഹേളിക്കാൻ ശ്രമിച്ചതിന്റെ വിശദാംശങ്ങളും പരാതിയിലുണ്ട്. ഒരു വ്യവസായിയിൽ നിന്ന് താൻ നിരന്തരം അധിക്ഷേപം നേരിടുന്നുവെന്ന് കാട്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഹണി റോസ് വലിയ തോതിലുള്ള അധിക്ഷേപത്തിന് ഇരയായിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിൽ 30 പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷവും ബോബി ചെമ്മണ്ണൂർ അവഹേളനം തുടർന്നതോടെയാണ് പരാതി നൽകാൻ നടി തീരുമാനിച്ചത്. അതേസമയം താൻ അവഹേളിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് ബോബി ചെമ്മണ്ണൂർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.